ഇന്നത്തെ ഉച്ചയൂണിനെ ഈ കോളിഫ്ലവർ വെച്ചിട്ടുള്ള തോരനും പിന്നെ കൊഞ്ചുതീയലും ആട്ടോ. ഇവിടെ പച്ചക്കറിക്കൊക്കെ ഒടുക്കത്തെ വിലയാട്ടോ. എനിക്കൊന്നും മട്ടനും ബീഫിനും ചിക്കനും ഒന്നും ഇല്ലാത്ത വിലയാണ് പച്ചക്കറിക്ക്. നമുക്ക് ആദ്യം ഈ പൂ പോലത്തെ സാധനം കട്ട് ചെയ്തെടുത്തിട്ടേ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടേ ഒരു അരമണിക്കൂർ വെക്കാട്ടോ. അപ്പൊ അതിലുള്ള പുഴുവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടുവേ. ആ സമയം കൊണ്ടേ നമുക്ക് കൊഞ്ചുതീയൽ ഉണ്ടാക്കാട്ടോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കൊഞ്ചെല്ലാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. തീയലിന്റെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു 2-3 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്ത് അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് ഈ തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കറിവേപ്പില ഇടണം. എൻ്റെ അടുത്ത് കറിവേപ്പില സ്റ്റോക്ക് ഇല്ല കേട്ടോ. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലോട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇടണേ. എന്നിട്ട് നല്ല പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ മൺചട്ടിയിലാട്ടോ തീയൽ ഉണ്ടാക്കുന്നത്. അപ്പൊ മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുഞ്ഞുള്ളിയും സവാളയും തക്കാളിയും പച്ചമുളകും പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ കൊഞ്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇനി കൊഞ്ചൊന്ന് വേവുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ആ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ഒരുപാടില്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുക കേട്ടോ നല്ലത്. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. കുറച്ചു നേരം ഇങ്ങനെ അരയ്ക്കുമ്പോഴത്തേക്കും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പേസ്റ്റ് പോലത്തെ മസാല ആയിട്ട് കിട്ടുവേ. ഞാൻ ഓൾറെഡി മസാല ചേർത്ത് കൊടുത്തായിരുന്നല്ലോ, നല്ല കളറിൽ വന്നിട്ടില്ല ഇത്. എന്നിട്ടുണ്ടല്ലോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 പീസ് കുടംപുളി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നല്ല തിളച്ച് എണ്ണ തെളിയുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കോളിഫ്ലവർ തോരന് വേണ്ടിട്ടേ കോളിഫ്ലവർ വൃത്തിയാക്കി എടുത്തിട്ടേ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്യാറുള്ളത് ഞാൻ. ഇനി അതിൽ തന്നെ ഒരു സവാളയും 2 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്താ ചെയ്തതെന്ന് പറയുമ്പോൾ തേങ്ങാപ്പീര എടുത്ത് കുറച്ച് 2 പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കുക കേട്ടോ ചെയ്ത്. അങ്ങനെ ചെയ്യണമെന്നില്ല, പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുവാണ്. എന്നിട്ട് സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന പോലെ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്തേ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ തോരനും ആയിട്ടോ. പിന്നെ ഞാൻ 2 ചിക്കൻ കാലും മസാല പറ്റി ഫ്രിഡ്ജിൽ ഇരിക്കണ്ടായിരുന്നു, അതും കൂടി ഞാൻ വറുത്തെടുക്കും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണേ നല്ല ചൂട് ചോറും കൊഞ്ചു തീയലും കോളിഫ്ലവർ തോരനും പിന്നെ ചിക്കൻ കാല് വറുത്തതും എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നേ.